ഹായ് ഡിയേഴ്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ കൊഞ്ചും പടവലങ്ങയും വെച്ചിട്ട് ഒരു തീയലാണ് ചെയ്യുന്നത്. അപ്പോൾ ഉണക്കക്കൊഞ്ചാണ് എടുത്തിരിക്കുന്നത്. ഒരു ചെറിയ പടവലങ്ങ എടുത്തിട്ടുണ്ട്. പടവലങ്ങ പോഷകസമൃദ്ധമായിട്ടുള്ള ഒരു പച്ചക്കറിയാണ്. വൈറ്റമിൻ എ, ബി, സി, മഗ്നീഷ്യം, അതുപോലെ അയഡിൻ, കാൽസ്യം ഇവയെല്ലാം അടങ്ങിയിട്ടുള്ള ഒരു പച്ചക്കറിയാണിത്. അപ്പോൾ നമ്മൾ ഒരു പടവലങ്ങ, അതുപോലെ തന്നെ ഇഞ്ചി, വെളുത്തുള്ളി, ചെറിയ ഉള്ളി രണ്ടായിട്ട് മുറിച്ചത്, ഒരു നെല്ലിക്ക വലിപ്പത്തിൽ പിഴുപുളിയുമാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ നമുക്ക് ചട്ടി അടുപ്പിൽ വെച്ച് നമുക്ക് ഈ കൊഞ്ച് കഴുകിയത് ഒന്ന് വറുത്തെടുക്കണം. അപ്പോൾ വറുത്തതിന് ശേഷം കഴുകിയെടുക്കുകയും ചെയ്യാം. ഇപ്പോൾ ഞാൻ കഴുകിയതിന് ശേഷമാണ് വറക്കുന്നത്. കഴുകിയതിന് ശേഷം വറക്കുമ്പോൾ നമുക്കത് ചൂടായി വരാൻ കുറേ സമയം എടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ വറുത്തതിന് ശേഷം കഴുകിയെടുക്കുന്നതായിരിക്കും കുറച്ചുകൂടി നല്ലത്. അപ്പോൾ നമുക്കതൊന്ന് ഒടിക്കാൻ പാകത്തിലാണ് അത് വറുത്തെടുക്കേണ്ടത്. കൈവച്ച് ഒടിക്കാൻ പാകത്തിന് വറുത്തെടുക്കണം. അപ്പോൾ എന്നിട്ട് സ്പൂൺ വെച്ച് ഇതേപോലെ ഒന്ന് അതിൻ്റെ തലയൊക്കെ ഒന്ന് കളഞ്ഞെടുക്കണം. അപ്പോൾ ആ ഭാഗങ്ങളൊക്കെ മാറ്റിയിട്ട് ഇത്രയും ഭാഗം മാത്രമാണ് നമ്മൾ കറിക്കെടുക്കുന്നത്. അതിനുശേഷം നമുക്ക് തേങ്ങ വറക്കാം. ചെറിയ തീയിൽ മാത്രമേ തേങ്ങ വറക്കാനായിട്ട് പാടുള്ളൂ. ചെറിയ തീയിൽ അത് മൂക്കുന്നത് വരെയും തന്നെ നമ്മൾ കുറച്ച് പണിയാണെങ്കിലും നമ്മൾ അങ്ങനെ തന്നെ നിന്ന് വറുത്തെടുക്കേണ്ടതാണ് കേട്ടോ. അപ്പോൾ അതിനകത്തിൽ തേങ്ങ മൂത്ത് കഴിയുമ്പോഴത്തേക്ക് നമുക്ക് മഞ്ഞൾപ്പൊടി, മുളക് പൊടി, അതുപോലെ തന്നെ മല്ലിപ്പൊടി ഇവ ഇത്രയും ചേർത്ത് കൊടുക്കണം. അപ്പോൾ തേങ്ങ മൂത്തതിന് ശേഷം മാത്രമേ ചേർത്ത് കൊടുക്കാവൂ. അതിന് മുന്നേ ചേർത്ത് കൊടുത്താൽ തേങ്ങയുടെ മൂത്ത് നമുക്ക് നന്നായിട്ട് അറിയാൻ പറ്റത്തില്ല. അപ്പോൾ ഈ പൊടികൾ ചേർത്ത് കൊടുത്തതിന് ശേഷവും നമ്മൾ ചെറിയ തീയിൽ തന്നെ ഈ പൊടികൾ മൂപ്പിച്ചെടുക്കേണ്ടതാണ്. അപ്പോൾ ചെറിയ തീയിൽ തന്നെ ഈ പൊടികൾ മൂപ്പിച്ചെടുക്കുന്നതിന് കാരണം നമ്മൾ എങ്കിൽ മാത്രമേ തീയലിനൊരു നല്ല ഡാർക്ക് കളർ കിട്ടുകയുള്ളൂ. അപ്പോൾ ചിലരൊക്കെ ആണെങ്കിൽ അങ്ങനെ മൂപ്പിക്കാറില്ല, തീ കൊടുത്ത് മൂപ്പിക്കാറില്ല. പക്ഷെ തീ കൊടുത്ത് മൂപ്പിക്കുന്നതാണ് എനിക്കിഷ്ടം. അതിൻ്റെ കൂടെ തന്നെ കുറച്ച് പെരിഞ്ജീരകം നമ്മൾ ചേർത്തായിരുന്നു. അപ്പോൾ നമുക്ക് കടുക് വറുത്ത് അതിനകത്തിൽ ഇഞ്ചി, വെളുത്തുള്ളി ചേർത്ത് കൊടുക്കാം. അതിനുശേഷം നമുക്ക് ചെറിയ ഉള്ളി രണ്ടായിട്ട് കീറിയത് ചേർത്ത് കൊടുക്കാം. ഇപ്പോൾ ചെറിയ ഉള്ളിയാണ് തീയലിന് എടുക്കുന്നത്. തീയലിന് ടേസ്റ്റും അത് തന്നെയാണ്. അത് കുനുകുന അരിയേണ്ട ആവശ്യമില്ല. നമുക്ക് ഇതേപോലെ രണ്ടായിട്ട് മാത്രം ഒന്ന് മുറിച്ചിട്ടാൽ മതിയാകും. അപ്പോൾ അതൊരു 1 മിനിറ്റ് വഴറ്റിയതിന് ശേഷം നമുക്ക് പടവലങ്ങ അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം. അപ്പോൾ പടവലങ്ങ അരിഞ്ഞത് ചേർത്ത് അതും നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം. അപ്പോൾ പടവലങ്ങ എന്ന് പറയുന്നത് ഫൈബർ കണ്ടൻറ്റ് ഒരുപാടുള്ള ഒരു പച്ചക്കറിയാണ്. നമ്മുടെ ഡൈജസ്റ്റീവ് സിസ്റ്റത്തിനൊക്കെ ഒരുപാട് ഗുണം ചെയ്യുന്ന ഒരു പച്ചക്കറിയാണ് പടവലങ്ങ എന്ന് പറയുന്നത്. അതുപോലെ ഹൃദയത്തിൻ്റെ ആരോഗ്യം, രക്തക്കുഴലുകളുടെ ആരോഗ്യം, നമ്മുടെ ശരീരത്തിലെ ഗ്ലൂക്കോസിൻ്റെ നിയന്ത്രണം, ഈ കാര്യങ്ങളിലൊക്കെ പ്രധാന പങ്ക് വഹിക്കുന്നതാണ് പടവലങ്ങ. പ്രമേഹ രോഗികളൊക്കെ ഇത് കഴിക്കുന്നത് നല്ലതാണ്. അപ്പോൾ അതുപോലെ ഗുണങ്ങളുള്ളൊരു പച്ചക്കറിയാണ് പടവലങ്ങ എന്ന് പറയുന്നത്. അപ്പോൾ ഇത് നമുക്ക് ഒന്ന് വഴറ്റുന്നതിന് വേണ്ടിയിട്ട് കുറച്ച് നേരം ഒന്ന് അടച്ച് വെക്കാം. അപ്പോൾ നമുക്ക് ഈ വറുത്ത തേങ്ങ ഒന്ന് അരച്ചെടുക്കണം. ഇതേപോലെ വെള്ളമൊന്നും ചേർക്കാതെ ഇതേപോലെ എണ്ണ തെളിയുന്ന പോലെ ഒന്ന് നല്ലതുപോലെ അരച്ചെടുക്കണം. അപ്പോൾ അടച്ച് വെച്ചിരുന്ന പടവലങ്ങ നമുക്കൊന്ന് അടപ്പ് തുറന്നിട്ട് ഒന്നുകൂടെ ഒന്ന് വഴറ്റി കൊടുക്കാം. അപ്പോൾ പടവലങ്ങ താരനൊക്കെ മാറുന്നതിന് നമ്മൾക്ക് അരച്ച് തലയിൽ പുരട്ടാനും പറ്റുന്ന ഒരു പച്ചക്കറിയാണ് കേട്ടോ. അതേപോലെ തന്നെ പനിയൊക്കെ ഉള്ളവർ ഈ പടവലങ്ങ ജ്യൂസൊക്കെ കുടിക്കുന്നതും പനിയൊക്കെ മാറുന്നതിന് നല്ലതാണ്. അപ്പോൾ പടവലങ്ങ ഒന്ന് മൂത്ത് വരുമ്പോൾ നമ്മൾ അതിനകത്തിലേക്ക് കൊഞ്ച് ചേർത്ത് കൊടുക്കാം. കൊഞ്ച് ചേർത്തതിന് ശേഷം നന്നായിട്ട് വീണ്ടും ഒന്ന് വഴറ്റിയെടുക്കണം. അപ്പോൾ മൺചട്ടിയിലാണ് ഞാൻ ചെയ്യുന്നത്. മൺചട്ടിയിൽ ചെയ്യുന്നത് കുറച്ചുകൂടെ കറി ടേസ്റ്റി ആയിരിക്കാനായിട്ട് സഹായകരമാണ്. അപ്പോൾ കൊഞ്ച് നന്നായിട്ടൊന്ന് വഴറ്റിയതിന് ശേഷം നമുക്കതിലേക്ക് അരപ്പ് ചേർത്ത് കൊടുക്കണം. അരപ്പ് നമുക്ക് ആവശ്യത്തിന് വെള്ളം ചേർത്തിട്ട് വെച്ച് കൊടുക്കാം. പക്ഷേ ഇത് കുറുകി എണ്ണ തെളിഞ്ഞ് വരുന്നതാണ് ഇതിൻ്റെ പാകമെന്ന് പറയുന്നത്. അപ്പോൾ അതിനകത്തിലേക്ക് നമ്മൾ എടുത്തു വെച്ചിരുന്ന പുളിവെള്ളവും കൂടെ ചേർത്ത് കൊടുത്തിട്ടാണ് തിളപ്പിക്കേണ്ടത്. ഞാൻ ആദ്യം തന്നെ കടുക് വറുത്തത് കൊണ്ട് പിന്നീട് കടുക് വറക്കുന്നില്ല. ലാസ്റ്റിൽ കടുക് വറക്കുന്നത് നല്ലതാണ് കേട്ടോ. നമ്മൾ ആവശ്യത്തിന് വെള്ളം ചേർത്ത് ഉപ്പ് കുറച്ചുകൂടി ഇട്ട് കൊടുത്ത് നല്ലതുപോലെ തിളപ്പിച്ചെടുക്കുകയാണ്. അപ്പോൾ എനിക്ക് കൊഞ്ച് മാത്രം തീയൽ വെക്കുന്നത് ആണ് ഇഷ്ടം. നല്ല കുറുകിയിരിക്കുന്ന തീയലാണ് ഇഷ്ടം. പക്ഷേ ഇന്ന് പടവലങ്ങയും കൂടെ ചേർത്താണ് ഞാൻ ട്രൈ ചെയ്തത്. ഇത് നല്ല ടേസ്റ്റ് തന്നെയാണ്. ഇപ്പോൾ പടവലങ്ങ ആകുമ്പോൾ അതിൻ്റെ പോഷകങ്ങളും കൂടി നമുക്ക് കിട്ടും. ഇപ്പോൾ ഉണക്കമീൻ മാത്രമാകുമ്പോൾ, ഉണക്കക്കൊഞ്ച് മാത്രമാകുമ്പോൾ അതിൽ നിന്ന് കിട്ടാവുന്ന പോഷകങ്ങൾ വളരെ കുറവായിരിക്കുമല്ലോ. അപ്പോൾ ഇത് പടവലങ്ങയുടെ പോഷക ഗുണങ്ങൾ കൂടി നമ്മുടെ ശരീരത്തിന് കിട്ടും. അപ്പോൾ കറി റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. സൂപ്പറാണ്. ഓക്കെ, അപ്പോൾ എല്ലാവരും സുഖമായിരിക്കുമെന്ന് വിശ്വസിക്കുന്നു. താങ്ക് യു.